ഹായ് ഓൾ, എല്ലാവർക്കും അമീൻജാസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഓരോ വീട്ടമ്മമാർക്കും വളരെയേറെ പ്രയോജനപ്പെടുന്ന കുറച്ച് നല്ല ടിപ്സുകൾ കളക്ട് ചെയ്തിട്ട് തന്നെയാണ്. എന്നും പറയുന്ന പോലെ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുന്ന സമയത്ത് യൂസ്ഫുള്ളായിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ ഒട്ടും സമയം കളയാതെ ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. പെട്ടെന്ന് നമുക്ക് പുളിയൊക്കെ ഒഴിച്ചിട്ടുള്ളൊരു കറി റെഡിയാക്കി എടുക്കണമെങ്കിൽ ഡ്രൈ ആയിട്ടുള്ള പുളിയോ അതല്ലെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് ഹാർഡായിട്ടുള്ള പുളിയൊക്കെ ആണെങ്കിൽ കൈ വെച്ചിട്ട് അത് പിഴിഞ്ഞെടുക്കാൻ നല്ല പാടായിരിക്കും. എന്നാൽ അത് പെട്ടെന്ന് പിഴിഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് ഇന്നത്തെ എൻ്റെ ആദ്യത്തെ ടിപ്പ്. അപ്പോൾ അതിനായിട്ട് ഞാൻ മിക്സിയുടെ കുഞ്ഞ് ജാർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് പുളിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതേപോലെ റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ കുറച്ച് നാൾ നമുക്ക് സ്റ്റോർ ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ല പോലെ ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഞാനിത് അരിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. നല്ല തിക്കായിട്ട് തന്നെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനിത് ഒരു അരിപ്പയിലേക്ക് ഒഴിച്ചിട്ടൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും നല്ല തിക്കായിട്ട് തന്നെയാണ് നമുക്ക് ആ ഒരു പുളിയുടെ നീര് കിട്ടിയിട്ടുള്ളത്. ഇത് ഞാൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വളരെ കുറച്ച് പുളി മാത്രമേ അരിച്ചെടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഒരുപാട് പുളിയൊക്കെ ഇട്ട് ഇതേ രീതിയിൽ അരിച്ചതിന് ശേഷം അരിച്ചെടുത്ത് നമ്മൾ ഫ്രിഡ്ജിൽ കീപ്പ് ചെയ്യുകയാണെങ്കിൽ ഒത്തിരി നാൾ നമുക്കിത് കറിയിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതിൻ്റെ ടേസ്റ്റിനോ ഒന്നും വ്യത്യാസം വരില്ല കേട്ടോ. മാത്രമല്ല പെട്ടെന്നൊക്കെ നമുക്ക് ഇതേപോലെ കറിയൊക്കെ റെഡിയാക്കണമെങ്കിൽ ആ ഒരു പണി നമുക്കവിടെ ഒഴിവായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ അത് അത്രയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് അടച്ച് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കാം. ഞാനിത് ഇടയ്ക്കൊക്കെ ചെയ്യുന്നൊരു ടിപ്പാണ് കേട്ടോ. എനിക്ക് അതിൻ്റെ ടേസ്റ്റിനോ ഒന്നും ഒരു വ്യത്യാസമായിട്ട് തോന്നിയിട്ടില്ല. അപ്പോൾ ഇനി നിങ്ങളും ഈ ഒരു രീതി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി അടുത്ത ടിപ്പിലേക്ക് പോവാം. ഓരോ വീട്ടമ്മമാരും ഓരോ ദിവസവും വെറൈറ്റി ആയിട്ട് കുക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളുകളായിരിക്കും. പുത്തൻ റെസിപ്പീസൊക്കെ നമ്മൾ ട്രൈ ചെയ്യുന്ന സമയത്ത് ഇതുപോലെയുള്ള പാക്കറ്റൊക്കെ വാങ്ങാറുണ്ട്. വാങ്ങുന്ന സമയത്ത് നമുക്കതെങ്ങനെയാണ് കുക്ക് ചെയ്യാൻ അറിയില്ലെങ്കിൽ കൂടിയിട്ട് ആ ഒരു പാക്കറ്റിന് പുറത്ത് നമുക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻ വളരെ വ്യക്തമായിട്ട് തന്നെ എഴുതിയിട്ടുണ്ടാവും. എന്നാൽ അത് എഴുതിയിട്ടുള്ളത് കുഞ്ഞ് എഴുത്തിലായിരിക്കും. അത് നമുക്ക് വായിക്കാൻ നല്ല പാടായിരിക്കും. പ്രത്യേകിച്ച് കുറച്ച് പ്രായമൊക്കെ ആയിട്ടുള്ള ആളാണെങ്കിൽ നല്ല ബുദ്ധിമുട്ട് തന്നെയായിരിക്കും. അപ്പോൾ ഒട്ടും ബുദ്ധിമുട്ടില്ലാതെ അത് നമുക്ക് റീഡ് ചെയ്യാൻ പറ്റുന്നൊരു സിമ്പിൾ ഐഡിയ ആണ് നെക്സ്റ്റ്. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കസ്റ്റാർഡ് പൗഡറിൻ്റെ പാക്കറ്റാണ് കേട്ടോ. അപ്പോൾ അതിലും നിങ്ങൾക്ക് കാണുന്നുണ്ടാവും അവിടെ ഒരു ഡയറക്ഷൻ ഫോർ യൂസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എങ്ങനെയാണ് കുക്ക് ചെയ്യേണ്ടതെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് തന്നെ എഴുതിയിട്ടുണ്ട്. നല്ല ചെറുതായിട്ടുള്ള എഴുത്തിലാണ് അതുള്ളത്. എല്ലാ ആളുകൾക്കും അത് പെട്ടെന്ന് വായിച്ചെടുക്കുക എന്നുള്ളത് എളുപ്പമായിരിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഏത് ആണോ നമ്മൾ ട്രൈ ചെയ്യുന്നത് അതല്ലെങ്കിൽ എന്താണോ കുക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത് വെച്ചാൽ ആ ഒരു പാക്കറ്റ് എടുക്കുക. അതിൻ്റെ ആ ഒരു ബോക്സിൻ്റെ പുറത്തായിട്ട് ഇതേപോലെ ഡയറക്ഷൻ ഫോർ യൂസ് ചെയ്യുന്നുണ്ടാവും. ആ ഒരു ഭാഗം നമുക്ക് ജസ്റ്റ് ഒന്ന് ഫോട്ടോ എടുക്കാം. അപ്പോൾ ഞാനിതാ എൻ്റെ ഫോണിൽ ആ ഒരു ഭാഗം ഞാൻ ഇതേപോലെ ഫോട്ടോ എടുക്കുന്നുണ്ട് കേട്ടോ. ഫോട്ടോ എടുക്കുന്ന സമയത്ത് നിങ്ങൾ കംപ്ലീറ്റ് കാണുന്ന വിധത്തിലും ക്ലിയർ ആയിട്ട് കിട്ടുന്ന വിധത്തിലും വേണം എടുക്കാനായിട്ട്. അപ്പോൾ ഞാനിത് ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഈ ഒരു പാക്കറ്റ് ഒന്ന് മാറ്റി കൊടുക്കാം. എന്നിട്ട് നമ്മൾ എടുത്തിട്ടുള്ള ഫോട്ടോ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിന് ശേഷം നമ്മളൊന്ന് സൂം ചെയ്യുക. നമുക്ക് ഇഷ്ടമുള്ള സൈസിൽ നമുക്കത് സൂം ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും വളരെ വ്യക്തമായിട്ട് തന്നെ നമുക്ക് കാണാനായിട്ട് പറ്റും. ടച്ച് ചെയ്ത് ഒന്ന് നീക്കി നമുക്കത് വായിച്ചെടുക്കാൻ വളരെ എളുപ്പമായിരിക്കും. ഒട്ടും പാടില്ലാതെ ആർക്കും വായിച്ചെടുക്കാം കേട്ടോ. ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്തെടുക്കുകയാണെങ്കിൽ ഇപ്പോൾ നോക്കിയേ, ഞാനെടുത്ത ആ ഒരു ഫോട്ടോസും ആ ഒരു പൗഡറിലുള്ള ആ ഒരു എഴുത്തും എത്ര ചെറുതാണെന്ന് നോക്കിയേ. ഇത് നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് സൂം ചെയ്ത് പെട്ടെന്ന് വായിച്ചെടുക്കാനായിട്ട് പറ്റുകയും ചെയ്യും. നല്ല മാറ്റമുണ്ട് ആ രണ്ട് എഴുത്തും തമ്മിലുള്ളത്. അപ്പോൾ ഇനി ഇതുപോലെയുള്ള പാക്കറ്റ് ഐറ്റംസൊക്കെ നമ്മൾ ട്രൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വായിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ള ആളുകൾ ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അലമാരയിലൊക്കെ ഡ്രസ്സ് എടുക്കുമ്പോൾ നമുക്ക് ഉപകരിക്കുന്ന ഒരു ടിപ്പാണ് കേട്ടോ അത്. സാധാരണയായിട്ട് നമ്മൾ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് അലമാരയിൽ തിക്കി ഞെരുങ്ങിയിട്ടൊക്കെയാണ് ഡ്രസ്സ് വെച്ചിട്ടുണ്ടാവുക. എന്നാൽ മക്കളൊക്കെ ഡ്രസ്സ് എടുക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒന്ന് താഴെ വീണ് കഴിഞ്ഞാൽ ആ മടക്കിയതെല്ലാം ഡിസോർഡർ ആയിട്ട് വീണ്ടും നമുക്ക് മടക്കേണ്ടതായിട്ട് വരാറുണ്ട്. എന്നാൽ അതൊന്നും ഇല്ലാതെ താഴെ വീണ് കഴിഞ്ഞാലും ഡിസോർഡർ ആവാതെ കീപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോൾഡിങ് മെത്തേഡാണ് ഞാൻ കാണിക്കുന്നത്. അതിനായിട്ട് മോൻ്റെ ജീൻസാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഞാൻ ആ ജീൻസ് ഈ ഒരു രീതിയിൽ മടക്കിയിട്ടുണ്ട്. അതിൻ്റെ അടിവശം ഞാൻ കണ്ടോ ഒറ്റ പ്രാവശ്യം ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതേപോലെ തന്നെ ഈ ഒരു ജീൻസിൻ്റെ അരഭാഗം കൂടി നമുക്ക് മടക്കി കൊടുക്കാം. അപ്പം ഞാനിതാ ഇതേപോലെ അരഭാഗം മടക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രണ്ട് ഭാഗം ഒറ്റ തവണ ഞാനൊന്ന് മടക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ആദ്യം നമ്മൾ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു അടിവശം ഉണ്ടല്ലോ ഒന്നുകൂടെ ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നിങ്ങൾക്ക് കിട്ടുക. പരഭാഗത്ത് ഇതേപോലെ ഒരു പോക്കറ്റ് പോലെ നമുക്ക് കിട്ടും.
അപ്പോൾ അതാ കണ്ടില്ലേ, ഈ ഒരു ഭാഗം കണ്ടില്ലേ, ഒരു പോക്കറ്റ് പോലെ, അതിനുള്ളിലേക്ക് നമ്മൾ മടക്കി വെച്ചിട്ടുള്ള അടിഭാഗം ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനത് ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ഫോൾഡ് ചെയ്യുകയാണെങ്കിൽ താഴെ വീണ് കഴിഞ്ഞാൽ അതൊന്നും ആവില്ല കേട്ടോ. ഞാൻ കുറച്ച് മുകളിൽ നിന്ന് തന്നെ താഴേക്ക് ഇട്ട് കാണിക്കുന്നുണ്ട്, നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. ഞാൻ ഫോൾഡ് ചെയ്ത പോലെ തന്നെ അതുണ്ട്. ഇങ്ങനെ നമ്മൾ ഫോൾഡ് ചെയ്തെടുക്കുകയാണെങ്കിൽ അത് ഡിസോർഡർ ആവുകയോ വീണ്ടും നമുക്ക് മടക്കേണ്ട ഒരു ആവശ്യമൊന്നും ഉണ്ടാവില്ല. നമ്മൾ എടുക്കുന്ന സമയം വരെ നമ്മൾ ഫോൾഡ് ചെയ്ത അതേ രീതിയിൽ തന്നെ നമുക്ക് നിൽക്കുകയും ചെയ്യും. അടുത്തതായിട്ട് വളരെ ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള ഒരു കിടക്കാച്ചി റെസിപ്പി തന്നെയാണ് ഞാൻ കാണിക്കുന്നത്. ബീട്രൂട്ട് വെച്ചിട്ടാണ് ഈ ഒരു റെസിപ്പി ഞാൻ റെഡിയാക്കി എടുത്തിട്ടുള്ളത് കേട്ടോ. ഒത്തിരി ഔഷധ ഗുണങ്ങളുള്ള ഒരു ഹെൽത്തി വെജ് തന്നെയാണ് ബീട്രൂട്ട്. ബ്ലഡ് ഉണ്ടാവാനൊക്കെ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. എന്നാൽ പല ആളുകളും ഇത് കഴിക്കാറില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ കുക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ബീട്രൂട്ട് കഴിക്കാത്ത ആളുകൾ പോലും അത് കഴിച്ചു പോകും കേട്ടോ. അപ്പോൾ റെസിപ്പി റെഡിയാക്കി എടുക്കാനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ്. 4 ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്, 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ വലിയ 2 സവാള, ഒരു 8 അല്ലി വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ആദ്യം തന്നെ ബീട്രൂട്ടും സവാളയും പച്ചമുളകും ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്ത് വരാം. ബീട്രൂട്ട് ഞാൻ സാധാ കട്ട് ചെയ്യുന്ന രീതിയിലല്ല കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്, നീളത്തിലാണ് നമുക്ക് കട്ട് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഞാനിത് കയ്യിൽ വെച്ചതിന് ശേഷം ഇതേപോലെ കുഞ്ഞു കുഞ്ഞു പീസുകളാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിന് ശേഷമാണ് നീളത്തിൽ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ 4 ബീട്രൂട്ടും നീളത്തിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ലപോലെ സ്ലൈസായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ സവാളയും കട്ട് ചെയ്തിട്ടുണ്ട്, പച്ചമുളക് നടുകയെന്ന് കീറി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് റെസിപ്പി റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാൻ പാന് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. പാന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് കുക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എണ്ണ നല്ലപോലെ ചൂടായി വന്നപ്പോൾ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുകൊക്കെ പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളിയാണ് കേട്ടോ. ചതച്ചിട്ടാണ് ഞാൻ വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ആ വെളുത്തുള്ളിയുടെ പച്ച സ്മെല്ലൊക്കെ ഒന്ന് പോയി വരുമ്പോൾ മസാലപ്പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോഴേക്കും ഞാൻ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊരു സ്പൂൺ വെച്ച് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മസാലയൊക്കെ നല്ലപോലെ മിക്സ് ആയതിനു ശേഷം ഞാനിതിലേക്ക് കറി ലീവ്സാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബീട്രൂട്ട്, സവാള, പച്ചമുളക് എല്ലാം ചേർത്ത് കൊടുക്കാം. എല്ലാം ഈ ഒരു മിക്സിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം മസാലയൊക്കെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന വിധത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ വെള്ളമൊന്നും ചേർത്തിട്ടല്ല കേട്ടോ കുക്ക് ചെയ്തെടുക്കുന്നത്. ഒരുപാട് വെള്ളം ചേർക്കണ്ട. ഞാൻ ജസ്റ്റ് ഇതുപോലെ കൈ വെച്ചിട്ടൊന്ന് കുടഞ്ഞെടുത്തിട്ട് മാത്രമേ ഉള്ളൂ. ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. കുറച്ച് സമയമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ലിഡൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ചു വെച്ച് വേവിച്ചെടുക്കുകയാണ്. ഇതിൽ ഒത്തിരി വെള്ളം ചേർക്കാത്തതുകൊണ്ട് തന്നെ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കരുത്. ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട്. മാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കുകയും വേണം കേട്ടോ. 1-2 തവണ ലിഡൊക്കെ മാറ്റി ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ഞാൻ ഉപ്പ് ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ 90% ബീട്രൂട്ട് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കാം. കുരുമുളകാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടേബിൾ സ്പൂണോളം നല്ല നാടൻ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ബീട്രൂട്ടിലേക്ക് കുരുമുളക് കൂടി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ അടിച്ചു വെച്ച് കുക്ക് ചെയ്യേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. കുറച്ച് സമയം ഇതേപോലെ തന്നെ തുറന്ന് വെച്ചിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള ബീട്രൂട്ട് റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ നമുക്ക് ബീട്രൂട്ടൊക്കെ വെച്ചിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി റെസിപ്പി തന്നെയാണ്. ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ബീട്രൂട്ട് കഴിക്കാത്തവർ വരെ കഴിച്ചു പോകും കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റാണ് ഇതിന്. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ബെസ്റ്റായിട്ടുള്ളൊരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ ഇതുവരെ ഈ ഒരു ഐറ്റം ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഇന്നത്തെ അവസാനത്തെ ടിപ്പിലേക്ക് പോവാം. രാത്രി സിങ്കൊക്കെ നല്ലപോലെ ക്ലീൻ ചെയ്തതിന് ശേഷം ആഴ്ചയിൽ ഒരിക്കൽ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുകയാണെങ്കിൽ പിന്നീട് ഒരിക്കലും നമ്മുടെ കിച്ചൺ സിങ്ക് ബ്ലോക്ക് ആവുകയില്ല. ഈ ഒരു സിങ്കിൽ ഹോള് മുഖേനയാണ് പാറ്റകളും പ്രാണികളൊക്കെ നമ്മുടെ കിച്ചണിലേക്ക് വരാറുള്ളത്. ഈ ഒരു മെത്തേഡ് ചെയ്യുകയാണെങ്കിൽ അവയുടെ ശല്യം നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റി നിർത്താൻ പറ്റും. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് പൊടിയുപ്പാണ് കേട്ടോ. 1 ടേബിൾ സ്പൂണോളം പൊടിയുപ്പ് എടുത്തിട്ടുണ്ട്. അതാണ് ഞാൻ ആ ഒരു ഹോളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഉപ്പ് എടുത്തിട്ടുള്ള അതേ അളവിൽ തന്നെ ഞാൻ ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട്. ഇതും ഉപ്പിന് മുകളിലായിട്ട് ഞാൻ ആ ഒരു ഹോളിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിന് മുകളിലേക്ക് 3 ടേബിൾ സ്പൂൺ വിനെഗർ കൂടി ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു സമയത്ത് ചെറിയൊരു സൗണ്ടും അതുപോലെ പതഞ്ഞ് പൊങ്ങി വരികയും ചെയ്യും കേട്ടോ. ഇങ്ങനെ ഒഴിച്ച് കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം നല്ല പോലെ ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിതാ നല്ലപോലെ ചൂടുള്ള വെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ നോൺ വെജൊക്കെ കഴുകുന്ന സമയത്ത് അതിൻ്റെ നെയ്യൊക്കെ
ഉള്ളിലേക്ക് പോയി കഴിഞ്ഞ് സിങ്കൊക്കെ ബ്ലോക്ക് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. എന്നാൽ ഇതുപോലെയുള്ള ചൂട് വെള്ളം ഒഴിക്കുന്ന സമയത്ത് അതെല്ലാം ഉരുകി നമുക്ക് ആ ഒരു ബ്ലോക്കൊക്കെ മാറിക്കിട്ടും. മാത്രമല്ല ആ ഒരു ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടും കേട്ടോ. ബ്ലോക്ക് ആയിട്ടുള്ള കിച്ചൺ സിങ്കിൽ ഈ ഒരു മെത്തേഡ് നമുക്ക് ഫോളോ ചെയ്യാൻ വളരെ യൂസ്ഫുള്ളും എഫക്റ്റീവും ആയിട്ടുള്ളൊരു ടിപ്പ് തന്നെയാണിത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇത്രയും നേരം എൻ്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ പ്രിയ മിത്രങ്ങൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇൻഷാ അല്ലാഹ് അടുത്തൊരു കിടിലൻ വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.